കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ കുടുംബത്തിന്റെ ലോൺ അടച്ചു തീർക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പ്രസാദിന്റെ ഭാര്യ ഓമന ആലപ്പുഴയിലെ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ എത്തി. സുരേഷ് ഗോപിയുടെ സഹായത്തോടെയാണ് ലോൺ അടച്ചു തീർക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. പ്രസാദിന്റെ ഭാര്യ ഓമന സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷനിൽ നിന്നും 60,000 രൂപ വായ്പ എടുത്തത്. ഈ വായ്പാ തുക പലിശയും ചേർത്ത് 18,000 രൂപ പലിശ അടക്കം ചേർത്തുകൊണ്ട് ഈ കുടുംബവും 5 സെന്റ് സ്ഥലവും ഭൂമിയും ജപ്തി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് ഇവരുടെ കുടുംബത്തിന് ലഭിക്കുകയായിരുന്നു. തുടർന്ന് BJP നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ഈ പണം മുഴുവൻ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷനിൽ അടച്ചു തീർക്കാമെന്ന് സുരേഷ് ഗോപി വാഗ്ദാനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് BJP നേതാക്കളുടെ ഒപ്പം പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷനിൽ എത്തിയപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഇതിന്റെ തുക തിരിച്ചടയ്ക്കുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പട്ടികജാതി കോർപ്പറേഷനിൽ നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് ഈ വായ്പ തുക മുഴുവൻ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൽ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ മരവിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP പ്രവർത്തകരും ഒപ്പം പ്രസാദിന്റെ ഭാര്യയും പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷന്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP ജില്ലാ അധ്യക്ഷൻ MP ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകർ ഇപ്പോൾ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയെന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. BJPയുടെ ഇടപെടലിലൂടെ കൃത്യമായിട്ട് കുടുംബത്തിനോടൊപ്പം BJP ഉണ്ടായിരുന്നു. പ്രസാദിന്റെ മരണശേഷം സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ആ തുക മുഴുവൻ അടച്ചു തീർക്കാമെന്നുള്ള വാഗ്ദാനം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് BJP പ്രവർത്തകരോടൊപ്പം പ്രസാദിന്റെ ഭാര്യയും ഇന്ന് കോർപ്പറേഷനിലെത്തി അധികൃതരെ കാണുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നടപടിക്രമങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു നിലപാടുമായിട്ട് പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്? കാരണം മുഴുവൻ തുകയും അടച്ചു തീർക്കേണ്ട നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കുടുംബവും ഒപ്പം തന്നെ അവർക്ക് സഹായവുമായിട്ട് BJP പ്രവർത്തകരും രംഗത്തുള്ള ഒരു സാഹചര്യത്തിലാണ്. അത് അടച്ചു തീർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടുമായിട്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കടക്കണി മൂലം കൃഷി നശിച്ച് ആത്മഹത്യ ചെയ്ത ഒരു കർഷകനെ അവൻ്റെ മരണത്തിന് ശേഷം പോലും വേട്ടയാടുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലേക്ക് അടയ്ക്കാനുള്ള കുടിശ്ശിക ജപ്തി നോട്ടീസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അടയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ആരാധ്യനായിട്ടുള്ള നമുക്കെല്ലാം അറിയാം, ജനങ്ങളെ എല്ലാം സഹായിക്കാൻ തയ്യാറുള്ള പ്രിയപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം ഈ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായി. അദ്ദേഹം ഏൽപ്പിച്ചു വിട്ട ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളും ഈ ഓമന എന്ന് പറയുന്ന പ്രസാദിൻ്റെ ഭാര്യയും മക്കളും ഇവിടെ പണമടയ്ക്കാൻ വന്നിട്ട് ഇപ്പോൾ സർക്കാർ പറയുന്നത് ആ നടപടി മരവിപ്പിച്ചു. എന്ത് നടപടിയാണ് മരവിപ്പിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ തിരിച്ചടയ്ക്കുന്ന നടപടിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ് ഈ കേരളത്തിലെ കർഷകന്. ഒരു കർഷകന് അവൻ്റെ കടക്കണി മൂലം ജീവിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തെ അന്ന് തന്നെ നമുക്കറിയാം ചികിത്സ കിട്ടാതെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മരണമടഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാനായിട്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മുൻ MP അദ്ദേഹം സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് പണം ഏൽപ്പിച്ച് അത് അടയ്ക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു നടപടി മരവിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെന്നാൽ ആ കുടിശ്ശിക അല്ലെങ്കിൽ ആ വായ്പ റദ്ദാക്കി അവരുടെ ആധാരം തിരിച്ചു കൊടുക്ക്. അതിനവർ തയ്യാറല്ല. അവർ പറയുന്നത് തിരിച്ചടയ്ക്കണമെങ്കിൽ അവർ തന്ത്രപരമായി ഒരു പാവം പിടിച്ച കുടുംബത്തെ എങ്ങനെയാണ് വഞ്ചിക്കുന്നത്? ആ വീട്ടിലേക്ക് ചെന്ന് അവരപേക്ഷമായി എവിടെയും പോയിട്ടില്ല. അവർക്കറിയാം അവരെ സഹായിക്കാൻ ഇവിടെ ജനങ്ങളുണ്ട് എന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവരെവിടെയും അപേക്ഷമായിട്ട് പോയില്ല. അവരെ തന്ത്രപരമായി വീട്ടിൽ ചെന്ന് കബളിപ്പിക്കുകയായിരുന്നു. അവിടെ ചെന്നിട്ട് ഒപ്പിട്ട് മേടിച്ചിട്ട് ഒരു കത്തെഴുതി മേടിച്ചു, ഇത് നടപടി നിർത്തിവെക്കണമെന്ന് ഒരു കത്തെഴുതി മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വായ്പ അടയ്ക്കുന്നത് മരവിപ്പിച്ചു. അല്ലാതെ ഈ വായ്പ മരവിപ്പിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മരവിപ്പിച്ചില്ല. നാളെ ഇവർ മരവിപ്പിക്കൽ പിൻവലിച്ചാൽ ഇവർ പൈസ അടയ്ക്കണം. ഇപ്പോൾ അവർ തയ്യാറാണ് പൈസ അടയ്ക്കാൻ. ഇപ്പോൾ പറയുന്നത് എന്താ, നിങ്ങളൊരു അപേക്ഷ കൊടുക്കുക, എന്താ മരവിപ്പ് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യമൊന്നും വേണ്ട. ഒരു മരണപ്പെട്ട ഒരു കർഷകൻ കടക്കണി മൂലം ആത്മഹത്യ ചെയ്ത ഒരു കർഷകന്റെ ഭാര്യയോടാണ് പറയുന്നത് നിങ്ങൾക്ക് ആനുകൂല്യമൊന്നും വേണ്ട എന്ന് നിങ്ങൾ എഴുതി കൊടുത്താൽ ആ പൈസ അടയ്ക്കാൻ സമ്മതിക്കാമെന്ന്. എന്തൊരു ഹീനമായിട്ടുള്ള ഒരു സമീപനമാണ് ഇത്. ഈ കർഷക സമൂഹത്തോട് മാത്രമല്ല കേരളത്തിലെ പാവങ്ങളായിട്ടുള്ള
കുടുംബത്തോട് കാണിക്കുന്ന ഒരു നീചമായിട്ടുള്ള ഒരു പട്ടികജാതി കുടുംബത്തോടാണ് ഈ തരത്തിലുള്ള വേട്ടയാടൽ നടത്തുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഒന്നുകിൽ ഈ വായ്പ അടിക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ഈ വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളണം. ഇത് തയ്യാറാകാതെ ഒളിച്ചു കളിക്കുന്ന ഈ കാപട്യം ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ നടത്തും. ഒരു സംശയം വേണ്ട, ഇത് അങ്ങനെ അങ്ങ് പോകാം എന്ന് വിചാരിക്കേണ്ട. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയുമായിട്ട് ഈ കാര്യം സംസാരിക്കുമെന്നാണ് ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ച് അറിയിച്ചത്. പ്രിയപ്പെട്ട ഓമന ചേച്ചിയുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. ഗോവിന്ദൻ ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടിയില്ല. ഈ കുടുംബത്തെ സഹായിക്കാൻ അദ്ദേഹം, ഇത് മാത്രമല്ല അവരുടെ മുഴുവൻ തുകയും വായ്പ മുഴുവൻ തിരിച്ചടയ്ക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം ആരുടെയും ഏതെങ്കിലും ഒരു ഔദാര്യം കൈപ്പറ്റിയിട്ടല്ല ഈ കാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തോട് സ്നേഹമുള്ളവർ, അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ, അങ്ങനെ അദ്ദേഹം തൊഴിലെടുത്ത പണമാണ് ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നത്. പക്ഷെ അതുപോലും സമ്മതിക്കാതെ, എന്തൊരു വിരോധാഭാസമാണ്, അതുപോലും സമ്മതിക്കാതെ, ആ തുക അടയ്ക്കാൻ പോലും സമ്മതിക്കാതെ ഒരു കുടുംബത്തെ വേട്ടയാടുകയാണ്. ഇവരെന്ത് സമൂഹത്തോട് ചെയ്യുന്ന നീതി എന്താ, എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പണം അടയ്ക്കാൻ ഒന്നുകിൽ സമ്മതിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വായ്പ എഴുതി തള്ളുക, അവരുടെ ആധാരം തിരിച്ചു കൊടുക്കുക. അവർക്ക് അവരുടെ വീട്ടിൽ, അവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ ആധാരം, ഒരു കിടപ്പാടത്തിന്റെ ആധാരം ചോദിച്ചാണ് അവർ പണവുമായി വന്ന് നിൽക്കുന്നത്, മറ്റുള്ളവരുടെ സഹായവുമായി വന്ന് നിൽക്കുന്നത്. അവരെ പുച്ഛിക്കുന്ന ഈ സമീപനം എന്ത് നീചമാണ്! ഇത് സമൂഹത്തോട് ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്ത, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, ഒരു സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു നടപടിയാണ് എന്നാണ് BJP വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ പറയുന്നത്. ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായത്. പക്ഷേ ആ പണം തിരികെ അടച്ചുകൊണ്ട് ആ ജപ്തി നടപടികൾ ഒന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒന്നെങ്കിൽ പണം മുഴുവൻ റദ്ദാക്കിക്കൊണ്ടുള്ള, തുക മുഴുവൻ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ മുഴുവൻ പണവും അടച്ചു തീർക്കാം എന്നുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ തയ്യാറാകണം. ഇതാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ പ്രസാദിന്റെ കുടുംബവും ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. പ്രസാദിന്റെ ഭാര്യ ഓമന നമുക്ക് ചേരുന്നുണ്ട്. ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ്? എനിക്ക് ഇപ്പം എന്നെ സാർ സഹായിച്ചല്ലോ ഞാൻ ലോൺ അടയ്ക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലോൺ ഒന്നിൽ അവർ വാങ്ങിക്കണം, അതല്ലെങ്കിൽ എൻ്റെ ആധാരം ഇപ്പം തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം. അതാണിപ്പോൾ എൻ്റെ ആവശ്യം. ഇത് കിട്ടാതെ ഞാൻ പോകത്തില്ല. പരിഹാരം ഉടൻ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ്. നമ്മുടെ 5 സെന്റ് സ്ഥലവും വീടുമാണ് ഇപ്പോൾ ജപ്തിയിലേക്ക് കടക്കുന്നത് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനൊരു പരിഹാരം ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അതിനും ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഭർത്താവ് മരിക്കാൻ തന്നെ കാരണം ഇവരാണ്, ഇവരുടെ ബാങ്കുകാരാണ്. അന്നേരം ഇവർ പറഞ്ഞു, ഞങ്ങൾ വെറുതെ പറഞ്ഞു, അപ്പോൾ വേറെന്തോ ആവശ്യത്തിന് മരിച്ചു. ഇപ്പം അതിൻ്റെ തെളിവ് കിട്ടിയില്ലേ? ഞങ്ങൾക്ക് കടം ഉണ്ടെന്നുള്ള തെളിവ് അവർക്ക് മനസ്സിലായില്ലേ? ഇപ്പം ഞങ്ങളുടെ കടം വേറെന്തോ അംഗീകരിക്കാത്ത, അത് അംഗീകരിച്ച് ഞങ്ങളുടെ ആധാരം തരണം. എന്നിട്ട് ഇവർ പറയണം ഇവർ ചെയ്ത തെറ്റാണെന്ന്. ബാങ്ക് അധികൃതർ സംസാരിച്ചിരുന്നോ ഇതിന് ശേഷം? അവർ പറഞ്ഞാൽ ഞങ്ങൾ കുടിശ്ശിക ഇല്ലെന്നുള്ളൊരു ബാധ്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ, ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലോൺ തരാം. ഇനി ഞങ്ങൾക്ക് ലോൺ വേണം. എൻ്റെ ഭർത്താവ് മരിച്ചു. ഇവർ അന്നൊന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഈ പഠിക്കാൻ വരേണ്ട ഒരാവശ്യവും വരികയില്ലായിരുന്നു. സുരേഷ് ഗോപി സാർ പറഞ്ഞിരിക്കുന്നത് ഈ പണം മുഴുവൻ അടച്ചു തീർക്കാമെന്ന് കഴിഞ്ഞ ദിവസം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് എത്ര തുക ഉണ്ട് അടച്ചു തീർക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. മറ്റു വായ്പകളും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് പിന്നീട് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു, അതായത് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വന്നതിന് ശേഷം? ഇല്ല, ഞാനുമായിട്ട് സംസാരിച്ചില്ല. നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ടാണ് സംസാരിച്ച് എല്ലാം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടൻ ഉണ്ടാകണം എന്നത് തന്നെയാണ് കുടുംബത്തിൻ്റെയും ആവശ്യം. ഒന്നെങ്കിൽ ഈ പണം തിരിച്ചടക്കാനുള്ള ആ തുക മുഴുവൻ റദ്ദാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ മുഴുവൻ തുകയും അടച്ചു തീർക്കാൻ തയ്യാറാണെന്ന് കുടുംബം ഇവിടെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ തുക അടച്ചു തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ മരവിപ്പിച്ചിരിക്കുന്നു, പണം തിരികെ അടയ്ക്കാൻ സാധ്യമല്ല തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ, അല്ലെങ്കിൽ തുടർന്ന് ജീവിതം സാധ്യമാകാൻ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കുടുംബത്തിനും പറയാനുള്ളത്. ഇപ്പോൾ BJP ജില്ലാ അധ്യക്ഷൻ ബേബി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം ഇവിടെ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് BJP പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം. ഈ മുഴുവൻ പണവും 2022 പ്രസാദിന്റെ ഭാര്യ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷനിൽ നിന്നും സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി
എടുത്തിരുന്ന 60,000 രൂപയും ഒപ്പം തന്നെ 18,000 രൂപയോളം ഈ പലിശ ഇനത്തിലും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ തുകയാണ് ജപ്തി നോട്ടീസിനൊപ്പം ലഭിച്ചിരിക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ ഈ പണം പൂർണ്ണമായും അടച്ചു തീർക്കണം, അല്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് കടക്കും എന്നായിരുന്നു ആ നോട്ടീസിലുണ്ടായിരുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സുരേഷ് ഗോപി മുൻ MP-യുടെയും ചലച്ചിത്ര താരവും BJP നേതാവുമായി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടാകുന്നതും ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ആ പണം അടച്ചു തീർക്കുന്നതിന് വേണ്ടി ഈ കുടുംബം BJP പ്രവർത്തകരോടൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്ന തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് BJP പ്രവർത്തകരുടെ തീരുമാനം. രോഹിണി. ശരി മിഥുൻ. കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ KG പ്രസാദിന്റെ കുടുംബത്തിന്റെ കടബാധ്യത തിരിച്ചടയ്ക്കാനുള്ള നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ. അങ്ങേയറ്റം നീചമായ ഒരു നടപടിയെന്നാണ് BJP ഇതിനെ ആരോപിക്കുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.